നമസ്കാരം. എല്ലാവരും ഉപേക്ഷിച്ച് അനാഥനായി താനും ഗാന്ധി ഭവനിലെ അന്തേവാസിയായിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി നടൻ കൊല്ലം തുളസി രംഗത്ത്. ഭാര്യയും മക്കളുമൊക്കെ തന്നെ ഉപേക്ഷിച്ചപ്പോൾ താൻ 6 മാസം ഗാന്ധി ഭവനിൽ വന്ന് കിടന്നുവെന്നാണ് നടന്റെ വെളിപ്പെടുത്തൽ. ഗാന്ധി ഭവനിൽ വെച്ച് നടന്ന പരിപാടിക്കിടെയായിരുന്നു ഇത്തരത്തിൽ നടൻ തന്റെ കൈപ്പേറിയ അനുഭവം പങ്കുവച്ചത്. തന്റെ സഹപ്രവർത്തകയായിരുന്ന നടി ലൗലിയുടെ ഗാന്ധി ഭവൻ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞും കൊല്ലം തുളസി വാചാലനായി. ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയ മകൾ പോലും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഫോണിൽ വിളിക്കുക പോലും ചെയ്യാറില്ലെന്നും നടൻ പറയുന്നു. ഞാൻ ഇവിടുത്തെ അന്തേവാസിയായിരുന്നു. എനിക്ക് അനാഥത്വം തോന്നിയപ്പോൾ 6 മാസം ഇവിടെ വന്ന് കിടന്നു. ഭാര്യയും മക്കളുമൊക്കെ എന്നെ ഉപേക്ഷിച്ചപ്പോൾ, അവരാൽ തിരസ്കരിക്കപ്പെട്ടപ്പോൾ, ഒറ്റപ്പെട്ട സമയത്താണ് ഞാൻ ഇവിടെ അഭയം തേടിയത്. ഞാൻ ഓമനിച്ചു വളർത്തിയ മകൾ പോലും ഇന്നെനിക്ക് അന്യയാണ്. അവൾ ഒരു വലിയ എഞ്ചിനീയറാണ്. മരുമകൻ ഡോക്ടറാണ്. അവർ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ് ആണ്. പക്ഷേ ഫോണിൽ വിളിക്കുക പോലുമില്ല. അവർക്ക് ഞാൻ വെറുക്കപ്പെട്ടവനാണ്. ഏത് സമയത്തും എന്തും സംഭവിക്കാം. ഇതൊക്കെ നമുക്കൊരു പാഠമാണെന്നാണ് കൊല്ലം തുളസി പറഞ്ഞത്. താൻ ഓമനിച്ചു വളർത്തിയ മകൾ തനിക്ക് അന്യയായിരിക്കുന്നു എന്ന നടന്റെ വാക്കുകൾ സദസ്സിനെ വേദനിപ്പിച്ചു. അഭിനേത്രി ലൗലിയെക്കുറിച്ചും കൊല്ലം തുളസി പരിപാടിയിൽ പരാമർശിച്ചു. എന്റെ കൂടെ അഭിനയിച്ച വലിയ നാടക നടിയാണ് ലൗലി. ഒട്ടനവധി സംസ്ഥാന അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ആരുമില്ല. സ്വന്തം അമ്മയുമായിട്ടാണ് ലൗലി ഇവിടെ വന്നത്. അവർക്ക് അവരുടെ അമ്മയെ വിട്ടുപിരിയുവാൻ വയ്യ. ഭർത്താവും മക്കളും അമ്മയെ എവിടെയെങ്കിലും കൊണ്ട് കളയുവാനാണ് പറഞ്ഞത്. പക്ഷെ അതിന് ലൗലിക്ക് കഴിഞ്ഞില്ല. കഷ്ടപ്പെട്ടു, ദാരിദ്ര്യമായി, ആയ കാലത്ത് ഉണ്ടാക്കിയതെല്ലാം കൊണ്ട് മക്കളെ പഠിപ്പിച്ചു. അവരെല്ലാം ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവരിൽ നിന്ന് ഗാന്ധി ഭവനിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥയെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടുമ്പോൾ തണലാകാൻ കുടുംബ ബന്ധങ്ങൾ പോലും ഇല്ലാതാകുന്ന അവസ്ഥയാണ് പലർക്കും നേരിടേണ്ടി വരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അടിവരയിടുന്നത്. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങിയിട്ടുള്ള നടനാണ് കൊല്ലം തുളസി. വില്ലൻ വേഷങ്ങളിലൂടെയാണ് നടനെ പ്രേക്ഷകരൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന കൊല്ലം തുളസി ഇതിനിടെ അഭിനയ രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു. 1979 ഇറങ്ങിയ മുഖ്യമന്ത്രി എന്ന ആദ്യ സിനിമ. പിന്നീട് സൂപ്പർ താര ചിത്രങ്ങളടക്കം നിരവധി സിനിമകളിലാണ് നടൻ അഭിനയിച്ചത്. ലേലത്തിലെ പാപ്പി ഉൾപ്പെടെ നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുവാനും കൊല്ലം തുളസിക്ക് കഴിഞ്ഞു. ഇതിനിടെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിത വെല്ലുവിളികളെയൊക്കെ നടന് അഭിമുഖീകരിക്കേണ്ടി വരികയായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് നടന് ക്യാൻസർ പിടിപെട്ടിരുന്നത്. അതിനു മുൻപ് ഭാര്യയും മകളും ഉപേക്ഷിച്ചു പോയതുമൊക്കെ വാർത്തയായിരുന്നു. തനിക്ക് അസുഖമാണെന്ന് വാർത്ത വന്നപ്പോൾ പോലും ഒന്ന് അന്വേഷിക്കുവാനോ തിരിഞ്ഞു നോക്കുവാനോ ഭാര്യയും മകളും തയ്യാറായിട്ടില്ലെന്നാണ് നേരത്തെ തന്നെ ഒരു അഭിമുഖത്തിൽ കൊല്ലം തുളസി പ്രതികരിച്ചിരുന്നത്. ആ വാക്കുകളൊക്കെ പിന്നീട് ശ്രദ്ധ നേടാൻ തുടങ്ങി. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുവാനുള്ള കാത്തിരിപ്പിലാണ് അവർ. അതിനായി കാത്തിരിക്കുന്നവരാണ് തന്റെ ബന്ധുക്കളിൽ ഏറെയുമെന്നുമാണ് കൊല്ലം തുളസി പറഞ്ഞത്. താൻ കഷ്ടപ്പെട്ട് നിർമ്മിച്ച വീട്ടിൽ നിന്നും തന്നെ തെരുവിലേക്ക് ഇറക്കുവാനാണ് ഭാര്യയും മകളും ശ്രമിക്കുന്നതെന്നും നടൻ ആരോപിച്ചു. എന്റെ മകളോ ഭാര്യയോ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് അസുഖം വന്നപ്പോൾ വല്ലതും സംഭവിച്ചു എന്നാണ് ചോദിച്ചത്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വന്ന് കണ്ടുപോകാമല്ലോ. അതല്ലാതെ ഒന്ന് വന്ന് കാണുന്നവരോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോ അല്ല അവർ. എനിക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്റെ ബന്ധുക്കളിൽ കൂടുതൽ പേരുമെന്നാണ് കൊല്ലം തുളസി പറഞ്ഞത്. തന്റെ സഹായങ്ങൾ കൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തിയവരാണ് ഈ ബന്ധുക്കൾ. എന്നിൽ നിന്നും സഹായങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടുള്ളവരാണ് എന്റെ ഏറ്റവും വലിയ ശത്രുക്കളെന്നും കൊല്ലം തുളസി പറയുന്നു. ഭാര്യയുമായുള്ള ബന്ധത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം ഭാര്യ ഇല്ലാതെ ജീവിക്കുന്നതാണ് സുഖമെന്നും അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഏൽച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഞാനും ഭാര്യയും. ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആ ബന്ധം വേണ്ടെന്ന് വെച്ചത്. ഞാൻ കഷ്ടപ്പെട്ട് വെച്ച വീട് പോലും അവരുടേതാണെന്ന് പറഞ്ഞ് എന്നെ തെരുവിലിറക്കുവാൻ കേസ് കൊടുത്തവരാണ് എന്റെ ഭാര്യ. അവരുമായി എങ്ങനെ ഒന്നിച്ചു പോകും? ഭാര്യയില്ലാതെ ജീവിക്കുന്നതാണ് സുഖം. പുതിയ ട്രെൻഡ് തന്നെ അങ്ങനെയാണല്ലോ. ഒന്ന് ജീവിക്കുക, അത് കഴിഞ്ഞ് ഗുഡ് ബൈ പറയുക, അത്രയേ ഉള്ളൂ, കൊല്ലം തുളസി പറയുന്നു. ഭാര്യയും മക്കളെയും സംബന്ധിച്ച് എന്റെ കുറ്റങ്ങളായിരിക്കാം അവർ അകന്നു പോകുവാനുള്ള കാരണം. അങ്ങനെ ഇരിക്കട്ടെ, എനിക്ക് ബന്ധം വേണമെന്നില്ല. ഭാര്യയുടെയും മകളുടെയും പേജ് എന്റെ ജീവിതത്താളുകളിൽ നിന്ന് വലിച്ചു കീറി കളഞ്ഞു. അവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊരു കുഴപ്പവുമില്ലെന്ന തിരിച്ചറിവും എനിക്കുണ്ട്. അവർ അവരുടെ കാര്യം നോക്കി ജീവിക്കട്ടെ എന്നാണ് നടൻ പ്രതികരിച്ചത്. വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് എവിടെയോ വെച്ചെന്നൊരു ചൊല്ലുണ്ട്. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അതാണ്. ഭാര്യയുടെ കാര്യത്തിൽ സംഭവിച്ചതും അത് തന്നെ. സുഹൃത്തുക്കൾ പറ്റിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും കൊല്ലം തുളസി അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.